Hi, hello, good morning everybody. Welcome to my channel VV Vlogs. So, I'm Varsha here. So, ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നലെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ വിചാരിച്ചേക്കാട്ടും കൂടുതൽ വ്യൂസ് കിട്ടി. ഞാനൊരു 20-25 വ്യൂസ് എക്സ്പെക്ട് ചെയ്തെടുത്ത് എനിക്കൊരു 45 to 50 വ്യൂസ് കിട്ടി. ഒരു 15 സബ്സ്ക്രൈബേഴ്സും കിട്ടി. സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെയാണ്. എന്നാൽ പോലും എനിക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എനിക്കൊരു 50 വ്യൂസും ഒരു 15 സബ്സ്ക്രൈബേഴ്സും കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ താങ്ക് യു ഫോർ ദിസ്. സോ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. സോ ഇന്നിപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. ഇത് തേഴ്സ്ഡേ 9 മണി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് അഗൈൻ വർക്ക് ഫ്രം ഹോം ആണ്. സോ വർക്ക് ഫ്രം ഹോമിന് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ പ്രൊസീജിയറാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇപ്പോൾ ഇന്ന് ഞാനൊരു 7 o'clock ആ ഒരു സമയമാകുമ്പോൾ എണീക്കാറുണ്ട്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ്, അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു 8:30. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ട്. സോ പുള്ളി പോയി ഞാൻ അതിനു മുമ്പിട്ട് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷനപ്പൊക്കെ ആയി ഫേസ് വാഷ് ഒക്കെ ചെയ്യും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടോണർ അടിച്ചിട്ട് സ്കിന്ന് വിട്ടേക്കും. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്യുള്ളൂ, കാരണം ആ സമയത്ത് സമയം ഉണ്ടാവില്ല. സോ എന്നിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ ഇരിക്കണം. ഒരു 9:30 ആകുമ്പോഴത്തേനും വർക്ക് ചെയ്യാൻ ഇരിക്കണം. അതിനുമുമ്പ് ഞാൻ വിചാരിച്ചു ചെറിയൊരു സ്കിൻ കെയർ രാവിലത്തെ ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ ഇവിടെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. സോ ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഡോട്ട് ആൻഡ് കീയുടെ ടോണറാണ്. ഇതിന് മുമ്പ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന മോം ആൻഡ് കോയുടെ ടോണറാണ്. അതെൻ്റെ സ്കിന്നിൽ കുറച്ചുകൂടെ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഈ ഡോട്ട് ആൻഡ് കീ ഓൾസോ ഇറ്റ്സ് ഗുഡ്. ഞാനത് സജസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യും. ഓബ്വിയസ്ലി ഇറ്റ്സ് എ ഗുഡ് ടോണർ. സോ ഫസ്റ്റ് ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ വിൽ ലിറ്റിൽ ബിറ്റ് സ്പ്രേ ഓൺ മൈ ഫേസ്. കുറച്ച് നേരം സ്പ്രേ ചെയ്തിട്ട് ഐ വുഡ് ലീവ്. ഞാൻ എന്തിനാണ് കുറച്ച് സ്പ്രേ ചെയ്തോളൂ എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ടോണർ സ്പ്രേ ചെയ്തതാണ്. പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്തതാണ്. വോയിസിനൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് വരും, ക്ഷമിക്കുക. എനിക്ക് കുറച്ച് കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ്. സോ അഗൈൻ ടോണർ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നൈസിനാമൈറ്റാണ്. എൻ്റെ സ്കിന്ന് വന്നിട്ട് ഭയങ്കര പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് സ്റ്റീം ചെയ്യാനോ സ്ക്രബ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരാൻ തുടങ്ങും. അതുപോലെ എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ എനിക്ക് എല്ലാ ഇയറും ഒരു സമയമാകുമ്പോഴത്തേന് ഫേസ് നിറച്ച് പിമ്പിൾസ് വരും. പിന്നെ കുറച്ച് നാൾ അതുണ്ടാവും. അത് കഴിയുമ്പോഴത്തേന് എല്ലാ പിമ്പിൾസും പോവും. അപ്പോഴത്തേക്ക് ആ വർഷം കഴിയും. എന്നിട്ട് അടുത്ത വർഷം വീണ്ടും ആ സമയമാകുമ്പോൾ പിമ്പിൾസ് വരും. അങ്ങനെ ഭയങ്കര ഒരു സെൻസിറ്റീവ് സ്കിന്നുണ്ട്. കുറച്ച് ഓയിലി സ്കിന്നാണോന്ന് വെച്ചാൽ ഓയിലി ഉണ്ട്, ഡ്രൈ സ്കിന്നാണോന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നാണ്, പിമ്പിൾ ഉണ്ടെന്ന് വെച്ചാൽ പിമ്പിൾ ഉണ്ട്, അങ്ങനെയാണ്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, ഇവിടെ എനിക്ക് യൂസ് ചെയ്തിട്ട് കുറേ നല്ല ഒരു ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവിടെ ഡെർമാക്കോയുടെ 10% നൈസിനാമൈറ്റ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ബോട്ടിൽ എംപ്റ്റി ആവാറായി. ഇനി ആകെ കുറച്ചേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 3rd ബോട്ടിലോ എന്തോ ആണ്. ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ലൊരിതാണ്. ഒരുപാട് പിമ്പിൾസ് വരുന്ന സമയത്ത് ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസും കുറച്ച് കുറയാറുണ്ട്. അങ്ങനെ ആക്നെ മാർക്സ് ഒക്കെ കുറയാറുണ്ട്. സോ ഞാനിതൊരു ഫ്യൂ ഡ്രോപ്സ് ആണ് ഉപയോഗിക്കുക. ഞാൻ രാവിലെ മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. നൈറ്റിൽ ഞാൻ വേറൊരു സീറമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഐ പുട്ട് എ ഫ്യൂ ഡ്രോപ്സ്. ഒരു ഫ്യൂ ഡ്രോപ്സ് ഞാൻ യൂസ് ചെയ്യും. ഫ്യൂ ഡ്രോപ്സ് അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഐ വിൽ ലെറ്റ് ദാറ്റ് ടു സെറ്റിൽ. കുറച്ച് സ്കിന്നൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ലെറ്റ് ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് ഫോർ ഇറ്റ്. അത് കഴിഞ്ഞ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല മോയ്സ്ചറൈസർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും
ഹൈൽറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോണത്. സോ ഇതൊരു നല്ല മോയ്സ്ചറൈസർ ആണ്. സോ ഈ ട്യൂബ് തീരാറായി, എനിക്ക് ഇനി ഒരു ട്യൂബും കൂടി ഇരിപ്പുണ്ട്. സോ യൂഷ്വലി ഞാൻ എങ്ങനെയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എപ്പോഴും സെയിൽ സമയത്താണ് ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വെക്കാറുള്ളത്. ഇപ്പോൾ buy 2 get 3 free, buy 3 get 2 free അങ്ങനെയുള്ള ഓഫേഴ്സ് വരും ഡോട്ട് കീയിലൊക്കെ. അപ്പോൾ ഞാൻ അവരുടെ സൈറ്റിൽ കയറിയിട്ട് എനിക്ക് വേണ്ടുന്ന സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, സീറംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. സോ ദാറ്റ് എനിക്ക് എന്താണ് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എക്സ്ട്രാ ഞാൻ ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. ഒരിക്കലും എൻ്റെ സാധനങ്ങൾ തീർന്ന് എനിക്ക് ഇല്ലാണ്ടാവാനുള്ള ഇതാവാതെ ഞാൻ എപ്പോഴും റീസ്റ്റോർ ചെയ്യാറുണ്ട് സെയിൽ വരുന്ന സമയത്ത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സും കൂടി ഉണ്ടെങ്കിൽ പോലും സെയിൽ വരുവാണെങ്കിൽ ഐ വിൽ റീസ്റ്റോർ ഇറ്റ്. കാരണം അടുത്ത സെയിൽ എപ്പോഴാണ് വരാമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ റീസ്റ്റോർ ചെയ്യാറുണ്ട്. സോ ഇത് അതുപോലൊരു മോയ്സ്ചറൈസറാണ്. സോ ഞാനിതിൻ്റെ ഒരു കുറച്ചേ എടുക്കുള്ളൂ. ഐ ടുക്ക് എ ലിറ്റിൽ ബിറ്റ് ആൻഡ് നല്ലപോലെ ഒന്ന് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊന്ന് പിടിക്കുമ്പോൾ അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് പിടിക്കുമ്പോഴത്തേന് ഞാൻ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് അഗൈൻ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സീറം, ഇത് സൺസ്ക്രീൻ ആണ്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡോട്ട് ആൻഡ് കീയുടെ സാധനങ്ങൾ മാത്രം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതെനിക്ക് ഒരുപാട് നന്നായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാനിത് സെയിൽ സമയത്ത് പർച്ചേസ് ചെയ്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐ യൂസ് ഡെർമാക്കോ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. കുറേ നല്ല നല്ല സാധനങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം, അതും നല്ലതാണ് സെറ്റാഫിലിൽ. പക്ഷെ സെറ്റാഫിലിൻ്റെ എന്തോ പ്രശ്നം വെച്ചാൽ കുറച്ച് ഓയിലിനെസ് ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ, പക്ഷെ ഓയിലിനെസ് ഇല്ലാത്ത മോയ്സ്ചറൈസറും അവൈലബിൾ ആണ്. സോ ഞാനിപ്പോൾ അഗൈൻ ഐ യൂസ് എ സൺസ്ക്രീൻ. ഞാനും 2 ഫിംഗർ റൂളിലാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറ്. 2 ഫിംഗർ. അങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അങ്ങനെ സൺസ്ക്രീൻ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി ഞാൻ ഇവിടെ ലിപ് ബാം ആയിട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഞാനിപ്പോൾ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ആണ്. ഇത് ഭയങ്കര നല്ലൊരു ലിപ് ബാം ആണ്. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡഡ് ലിപ്സ്റ്റിക് ആണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ലിപ്പിന് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ ഞാനിവിടെ എൻ്റെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറേയൊക്കെ കുറഞ്ഞത് ഈ ലിപ് ബാം ഉപയോഗിച്ചിട്ടാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലമ്മിങ് മാസ്ക് വിറ്റമിൻ C+E ആണ്. 15 ml ഒരു ചെറിയ ഇതാണ്. ഇത് വാങ്ങിയ ഐ തിങ്ക് ഒരു 6 months വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്താലും യൂസ് ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ തേർഡ് ബോട്ടിലാണ് ഞാനിതിപ്പോൾ വാങ്ങി യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി സാധനമാണ്. ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ഇതും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ഇടുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ. ഇനി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനി ഞാനൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് വർക്ക് ചെയ്യാനിരിക്കും. സോ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇരിക്കുന്നത്, ഇത്രയേ ഉള്ളൂ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. അതുവരേക്കും ബൈ ഫ്രം വർഷ.